അതിനിടെ ഒരു പരാതി രാജസ്ഥാനിൽ നിന്ന് വരുന്നത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിൽ മലയാളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് 21 വർഷമായി രാജസ്ഥാനിലെ ദൗസയിൽ പാസ്റ്ററായ തോമസ് ജോർജ് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS, ബജരംഗദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി, ചർച്ച പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ് ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്നു. വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അദ്ദേഹം കൂടുതലായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത്, അവരെ അറസ്റ്റ് ചെയ്ത നടപടി എന്നുള്ളത് രാജ്യത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പാസ്റ്റർ തോമസ് ജോർജിന്റെ ഈ വാക്കുകൾ. അദ്ദേഹം 22 വർഷത്തോളമായി രാജസ്ഥാനിലെ ദൗസയിൽ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയാണ്. അവിടെ അദ്ദേഹം ഒരു ആരാധനാലയം നടത്തുന്നുണ്ട്. അവിടെ ആളുകൾ സ്ഥിരമായി ഞായറാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥന ഉൾപ്പെടെ നടത്താറുണ്ട്. അതിനായി ആളുകൾ എത്തുന്നതും പതിവാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് ഈ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. ജൂൺ 6-ന് ജൂൺ 29-ന് അദ്ദേഹത്തിൻ്റെ ഈ ആരാധനാലയത്തിലേക്ക് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തുകയും ആ ആരാധനാലയം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് എന്നാൽ പോലീസിന്റെ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചു. തുടർന്ന് ജൂലൈ 6-നും സമാനമായ സംഭവമുണ്ടായി. എന്നാൽ 2ാം തവണ ഇവർ എത്തുന്നത് JCB അടക്കമുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെയായാണ്. അതായത് ഈ ആരാധനാലയം തകർക്കാൻ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു അവർ എത്തിയത്. ആ ഘട്ടത്തിലും പോലീസിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. 100ഓളം പോലീസുകാർ എത്തിയാണ് അദ്ദേഹത്തിനും അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയ ആളുകൾക്കും സംരക്ഷണം നൽകിയത്. എന്നാൽ പിന്നീട് ഈ ജൂലൈ 15-ന് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി നൽകുകയായിരുന്നു ബജ്രംഗ് ദൾ. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. വളരെ ഗുരുതരമായ വകുപ്പുകൾ, മതപരിവർത്തനം, മതസ്പർദ്ധയുണ്ടാക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. തുടർന്ന് വലിയ ആശങ്കയിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും മാറി നിൽക്കുകയാണ് അദ്ദേഹം. കാരണം വലിയ ഭീതി തനിക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. കേസെടുക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. കൂടാതെ ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ സംഘടിതമായ ആക്രമണമാണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നത്. എന്തായാലും ഈ ഛത്തീസ്ഗഡിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ സമാനമായ നടപടികൾ, അത് നിയമപരമായ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മതപരിവർത്തനം ആരോപിച്ച് കേസെടുക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് രാജസ്ഥാനിലെ ദൗസയിൽ നിന്നും പുറത്തു വരുന്നത്. അതെ, ഛത്തീസ്ഗഡിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ നിർബന്ധിത പദപരിവർത്തനം ആരോപിച്ച് കേസെടുത്തത്. കട്ടപ്പന സ്വദേശി തോമസ് ജോർജിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. തനിക്ക് ഭീതിയാണ്. 21 വർഷമായി ദൗസയിൽ പാസ്റ്ററായി ജീവിക്കുകയാണ് തോമസ് ജോർജ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അദ്ദേഹം നിലവിൽ ഭീതിയിലാണ്, അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്.